ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കുമ്പോൾ ലേണിംഗ് ടെസ്റ്റ് എങ്ങനെ മൊബൈൽ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി ആദ്യം ഗൂഗിൾ എടുക്കുക. അതിൽ പോയിട്ട് പരിവാഹൻ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പരിവാഹൻ സേവാൻ സാരഥി എന്ന ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്ന് കാണാം. അതിൽ ഡ്രൈവർ ലേണേഴ്സ് ലൈസൻസിലെ ചെക്ക് എന്ന ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിം എന്ന് കാണുന്നുണ്ട്. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കേരള സ്റ്റേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഈ വരുന്ന ബ്ലൂ സ്ക്രീന് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈസൻസ് മെനു എന്ന ഓപ്ഷന് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ലേണർ ലൈസൻസ് പോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അടിയിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷനായ മോക്ക് ടെസ്റ്റ് ഫോർ LL കാണാം. അതിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ കുറച്ച് അപ്ലിക്കൻ്റ് ലോഗിൻസ് ആയ കുറച്ച് ഓപ്ഷൻസ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ അപ്ലിക്കൻ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ABC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് കാണാം. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ലാഷോ സ്പേസോ ഇല്ലാതെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇവിടെ സെലക്ട് ലാംഗ്വേജ് പോയിട്ട് മലയാളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെലക്ട് സ്റ്റേറ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൽ കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഡയറക്റ്റ് പോയിട്ട് സൈൻ ഇൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യവും അതുപോലെ തന്നെ കുറച്ച് ആൻസേഴ്സും അടിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡോട്ടിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ കാണുന്ന സബ്മിറ്റ് അടിക്കുക. ഒരു ചോദ്യത്തിന് 30 സെക്കൻഡ് മാത്രമേ സമയം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ ആൻസർ കൊടുക്കാൻ ശ്രമിക്കണം. അതുപോലെ മോക്ക് ടെസ്റ്റിൽ ടോട്ടൽ 10 ചോദ്യങ്ങളും ലേണിംഗ് ടെസ്റ്റിന് ടോട്ടൽ 20 ചോദ്യങ്ങളും ഉണ്ടാവും. അതിൽ 12 എണ്ണത്തിന് പാസ്സാവണം. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് 8 9 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സാവാൻ കഴിയുകയുള്ളൂ.